ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശ ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഗോതമ്പ് ദോശയ്ക്ക്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളമാണ് എടുക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പാകം ഉണ്ടല്ലോ, ഗോതമ്പ് ദോശയുടെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കട്ടയില്ലാത്ത രീതിയിൽ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് ജസ്റ്റ് ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കട്ടയൊക്കെ ഉടഞ്ഞ് നല്ലപോലെ മിക്സായി കിട്ടും. അപ്പോൾ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള 20 ചെറിയ ഉള്ളി നല്ലപോലെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി അതും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടി അരിഞ്ഞിട്ടുള്ള മല്ലിയില കേട്ടോ. ഇതെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദോശമാവ് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ മുട്ട ഒഴിക്കുന്ന ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ദോശ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ദോശയ്ക്ക് ഉള്ള മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ദോശയുടെ ഒരു സൈഡായിട്ടുണ്ട്. ഞാൻ അത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ദോശ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇതേപോലെ ബാക്കി എല്ലാ ദോശയും ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. ഇതിനൊപ്പം കറികളില്ലെങ്കിൽ വരെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങ ചട്നിയോടൊപ്പം കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.